അല്ലെങ്കിൽ എയർപോർട്ട് അടച്ചു കഴിഞ്ഞാൽ ഏത് പ്രവാസിക്കായി ഇവിടെ മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുക? നമ്മളൊരു റൂമിൽ നമ്മളായിട്ട് കഥ കടച്ച് കിടന്നുറങ്ങുന്നത് പോലെയല്ല നമ്മളെ ഒരു റൂമിലിട്ട് പുറത്തുനിന്നൊരാൾ കഥ കിടക്കുന്നത്. ഇപ്പോൾ ഓരോ പ്രവാസിയും പുറത്തുനിന്നൊരാൾ കഥ കടച്ച ഫീലിലാണുള്ളത്. നാട്ടിൽ പോകാൻ ഉദ്ദേശിച്ചവനും ഇപ്പോൾ ഒന്നും നാട്ടിൽ പോകാൻ ഉദ്ദേശിക്കാത്തവരൊക്കെ അതിൽപ്പെടും. എയർപോർട്ട് ബന്ധായി കേൾക്കുമ്പോൾ ഒരുതരം ആധിയാണ്. പോരാത്തതിന് തുടരെയുള്ള മൊബൈൽ നോട്ടിഫിക്കേഷൻ, സൈറൺ. ഏത് പ്രവാസിക്കായി ഇവിടെ സമാധാനമായിട്ടിരിക്കാൻ പറ്റുക? പിന്നെ പ്രവാസികളുടെ സങ്കടങ്ങളൊന്നും പെരുപ്പിച്ചുകൊണ്ട് പ്രവാസികളായിട്ട് ആരോടും പറയാറില്ല. അവരെന്ത് വിഷമമുണ്ടെങ്കിലും ഓക്കെയാണെന്നേ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഓരോ പ്രവാസിയും ഞങ്ങൾ ഓക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആകെ ഒരു ഗുണമുണ്ടായത് ഒരുപാട് മനുഷ്യരെ തിരിച്ചറിയാൻ പറ്റി എന്നുള്ളതാണ്. വളരെ ആത്മാർത്ഥമായ സ്നേഹത്തോടെ ഞങ്ങളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചവർ, മെസ്സേജ് ചെയ്തവർ, പിന്നെ ഒരു ആത്മാർത്ഥതയുമില്ലാതെ വെറുതെ ഫോർമാലിറ്റിക്ക് വേണ്ടി സേഫല്ലേ മെസ്സേജ് അയച്ച് വീട്ടിലക്കിക്കൊണ്ടിരിക്കുന്നവർ, പിന്നെ ഇതിലൊന്നിലും പെടാതെ വളരെ മനോഹരമായിട്ട് ഞങ്ങളെ അവഗണിച്ചവർ. ഇങ്ങനെ പലതരം മനുഷ്യരെ അറിയാൻ പറ്റി എന്നുള്ളതാണ് ആകെ ഉണ്ടായ ഗുണം. എന്തെന്നായാലും ഞങ്ങളുടെ പ്രിയപ്പെട്ട ആകാശം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് തിരികെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഓരോ പ്രവാസിയും നാട്ടിൽ പ്രാർത്ഥിക്കണം.